ഹായ് ഓൾ, ഇന്നൊരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ്. അപ്പം ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, അപ്പം നമ്മളുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് ചിക്കൻ എടുത്തു, അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കോ കുഞ്ഞായിട്ട് അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും പുതിനയിലയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടതിന് ശേഷം കുരുമുളക് പൊടിയും കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ ക്രഷ് ചെയ്ത് ചതച്ചെടുത്തതും, പിന്നെ മന്തിയുടെ മെയിൻ സാധനം മാജിക് ക്യൂബാണ്, ചിക്കൻ ക്യൂബ്, അതും ഇട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മന്തിയുടെ മന്തി മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി കുറച്ച് സൺഫ്ലവർ ഓയിലും, ഇതിനാവശ്യമായിട്ട് ഇത് സൺഫ്ലവറിലാണ്, ഇതെല്ലാം കൂടെ തിരുമ്പി ഒരു 1 hour വെക്കുമ്പം നല്ലതാണ്. അപ്പം നമ്മളിതെല്ലാം കൂടെ ഓയിലെല്ലാം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി എടുത്തിട്ടുണ്ട്. കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം. കുറച്ച് എൻ്റെ ഈ കളറില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ അരി കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനും വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ചിക്കന് നന്നായിട്ട് ഇങ്ങനെ വെന്ത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല ചിക്കനകത്ത്. അപ്പം നമ്മളുടെ റൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൈസ് 90% വെന്ത് വന്നാൽ മതി, ഫുള്ള് വേകണ്ട. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ആ ഓയിലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് ഒന്ന് ക്രിസ്പി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളുടെ ചോറ് വെന്തത് നമുക്ക് ഇതിലേക്കിട്ട് ദം ചെയ്യാം. അപ്പം നമ്മുടെ എല്ലാം ഇതിലേക്ക് നന്നായിട്ടിട്ട് ദം ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ച് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം റൈസ് കാണുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കളർഫുള്ളായിട്ടിരിക്കും. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞളെടുത്ത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, 3-4 പച്ചമുളക് നമ്മളൊന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി അതും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ മന്തിയുടെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് അവസാനം നമ്മളുടെ ചാർക്കോൾ വെച്ച് നമുക്ക് സ്മോക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ മന്തിയുടെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പം നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നമ്മളതിൽ ആ സ്മോക്ക് ഫ്ലേവർ വന്നപ്പോൾ നല്ല നമ്മൾ ഷോപ്പിൽ കിട്ടുന്ന അതേ ഒരു സ്മെല്ലാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ മന്തിയുടെ റെസിപ്പി. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.